രണ്ട് മുഖ്യമന്ത്രി താങ്കളെ നേരിട്ട് വിളിച്ചു 2016 അന്ന് അധികം മുഖ്യമന്ത്രിയല്ല. പറയാം. 2016 അദ്ദേഹം മുഖ്യമന്ത്രി ആവണതിനു മുമ്പ് അദ്ദേഹം കേരളത്തിലൊരു നവ കേരളം എന്തൊരു യാത്രയായിട്ട് അദ്ദേഹം നടന്നു. അദ്ദേഹം കോട്ടയത്ത് എത്തിയപ്പോഴാണ് ലാവ്ലിൻ കേസ് അന്നത്തെ സോളിസിറ്റർ, അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലി CBIയുടെ ഹൈക്കോടതിയിൽ കൊടുത്ത ക്രിമിനൽ റിവിഷനിൽ സ്റ്റേറ്റിന് റോളില്ലെങ്കിലും സ്റ്റേറ്റ് പാർട്ടി ആയതുകൊണ്ട് ഒരു പെറ്റീഷൻ ബ്രിങ്ങപ്പ് ചെയ്ത് ഹോം സെക്രട്ടറിക്ക് വേണ്ടി എർലി ഹിയറിംഗ് വേണം. അതിനെ പിണറായി വിജയൻ ഭയന്നു. അത് വരാൻ ജസ്റ്റിസ് ഉബൈദിന്റെ അടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആ കേസിലെ 7ാം പ്രതിക്ക് അവാർഡ് വക്കാലത്തിടാൻ പറഞ്ഞു. അങ്ങനെ പിണറായി വിജയന്റെ ഫ്രാൻസിസിന് വേണ്ടി KJ സോഹൻ ഉബൈദിന്റെ അവാർഡ് ഞാനും പിണറായി വിജയനും കൂടി, പിണറായി വിജയൻ ചോദിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും, ഞാൻ പറഞ്ഞു സോഹനെ ഇട്ടാൽ അവാർഡാണ്, ഉബൈദിന്റെ കയ്യിൽ നിന്ന് പോകും പറഞ്ഞു. ഓക്കെ, കറക്റ്റ്, എനിക്കും അറിയാം ഇൻഫർമേഷൻ. സോഹൻ അവാർഡായി. പക്ഷേ ജഡ്ജി കേൾക്കാൻ തയ്യാറായി. ഡിസ്ക്രിപ്ഷനാണ് ജഡ്ജിയുടെ. പക്ഷെ അത് ഒരു കാര്യം ചെയ്തു കൊടുത്ത്, ഇലക്ഷൻ കഴിഞ്ഞ് വെച്ചു കൊടുത്ത്. ഫോണില്, മൊബൈലില്. അല്ലല്ല, പാർട്ടിയുടെ ബംഗാൾ ഘടകത്തിന് ഗോപി എന്ന് പറയുന്ന സെക്രട്ടറി ഉണ്ട്, മലയാളിയാണ്. പിണറായി വിജയൻ എന്നെ വിളിച്ച ഫോൺ നമ്പർ അന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് ആ 944 നമ്പറാണ്. പിന്നെ ആദ്യം അദ്ദേഹത്തിന്റെ കയ്യിൽ എന്നെ സമീപിക്കുമ്പോൾ ഉള്ളത് 98460 BPL കൊടുത്ത ഫോണ്. ഇപ്പോഴും 944 ആണെങ്കിൽ ആ 7070 CM നമ്പർ അല്ല. എന്നെ വിളിച്ചത് നമ്പർ ഞാൻ ആദ്യം എടുക്കാൻ പഠിച്ച് ഞാൻ ട്രൂ കോളർ ചെക്ക് ചെയ്തപ്പോൾ ഗോപി കൽക്കട്ട ബംഗാളിൽ നിന്ന് കാണുന്നു. ഉടനെ ഞാൻ തിരക്കിയപ്പോൾ പാർട്ടിയുടെ ബംഗാൾ ഘടക ഓഫീസിൽ ഗോപിയുണ്ട്. അതിനിടയ്ക്കാണ് പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിന് ബംഗാളിൽ പോയി. അവിടെ നിന്നൊരു സിം മേടിച്ച് ആ സിം ഇട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. മനസ്സിലായോ? പിന്നെ അദ്ദേഹം എനിക്ക് എന്നെ കൂടിക്കാഴ്ചയൊക്കെ അയച്ച മെസ്സേജൊക്കെ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഗൗരവം വന്നാൽ ഞാനതൊക്കെ എടുക്കും. 14ലും 15ലും ഒക്കെ. SMS ഒന്നും എൻ്റെ ഫോണിൽ 9810561283 എൻ്റെ നമ്പറിലേക്കാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നത്. അതെല്ലാം ഉണ്ട് അതിനകത്ത്. ഇപ്പൊ അദ്ദേഹം ഭീഷണിയില്ല. എന്തിനാ ഭീഷണി? ഞാൻ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്? താങ്കൾ എന്നോട് ഭീഷണിയാണോ പെടുത്തിയത്? അല്ല, ഞാൻ ഭീഷണിയുടെ സ്വരത്തിലാണോ താങ്കളോട് പറയണത്? എത്ര സൗമ്യത്തിലാണ് പറയണത്? നിങ്ങളിപ്പോ എന്നെ കാത്തിരുന്നിട്ട് ഞാൻ തിരിച്ചു വന്നവനാണ്. ഇപ്പൊ എനിക്ക് ഭീഷണിയില്ല. ഐ എം സറണ്ടറാണ് ഞാൻ. അതായത് എങ്ങനെ അഡ്ജസ്റ്റഡ് ആവണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആളാണ്. ഫൈറ്റിനൊന്നും ഞാൻ പോവാറില്ല. ഇങ്ങോട്ട് വന്ന വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. പിന്നെ എനിക്ക് അങ്ങനെ ജീവിതത്തെക്കുറിച്ച് വലിയ പേടിയും ഭയമൊന്നും ഉള്ള ആളൊന്നുമല്ല. മനസ്സിലായ? എനിക്കറിയാം എന്നെ തേടി ആരൊക്കെ വരുന്നും ആരൊക്കെ എന്നെ അന്വേഷിക്കേണ്ടെന്നും എന്റെ മൂവ്മെന്റ് എവിടെ നോക്കണ്ടെന്നും എല്ലാം എനിക്കറിയാം. മനസ്സിലായില്ലേ? എനിക്കറിയതല്ല. പിന്നെ ലൈഫല്ലേ, 53 വയസ്സായി. 10-12 വയസ്സിൽ തുടങ്ങിയ പ്ലേ ആണ്. എന്റെ ഫാദർ മരിച്ചിട്ട് 7 വയസ്സിൽ. 14 വയസ്സിൽ 84 നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കണവർക്കൊക്കെ ആ പ്രായമായിട്ടില്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ എത്തിയതാ. എനിക്ക് അങ്ങനെ പേടിയും ഭയമൊന്നുമില്ല. മനസ്സിലായോ? ഒന്നുമില്ലായ്മയെന്ന്. തിരിച്ചങ്ങോട്ട് പോകാനും മടിയില്ല, ജയിലിൽ കിടക്കാനും പേടിയില്ല. മനസ്സിലായ? പേടിയുള്ളവനല്ലേ ഭയം ഉണ്ടാവുള്ളൂ. അതെനിക്കതില്ല. താങ്കൾ ചോദിച്ചില്ലേ ഞാൻ എന്തിനാ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തണ? അദ്ദേഹത്തെ ഒരിക്കലും ഭീഷണിപ്പെടുത്തൂല. ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം 2 കാര്യങ്ങളിൽ എന്നെ സഹായിച്ച ആളാണ്. ഒന്ന്, എനിക്കെതിരെ ഒരു ഗ്രൂപ്പ് പട നീക്കിയപ്പോൾ അതിന് പുള്ളി അനുമതി കൊടുത്തില്ല. രവീന്ദ്രനും മറ്റേ ആ ഉപദേഷ്ടാവും അതിന് സമ്മർദ്ദം ചെലുത്തിയിട്ടും. അതുകൂടാതെ എന്നെ കൈരളി ചാനലിന്റെ ആളുകൾ ഇവിടെ ഉണ്ടാകുന്ന എനിക്കറിയില്ല, എനിക്ക് ആളുകൾ തിരിച്ചറിയില്ല. എന്നെക്കുറിച്ച് വളരെ മോശമായി കാണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ ചെയ്യിച്ചു. അദ്ദേഹം ഇനി നടക്കൂല അത്. കഴിഞ്ഞ ദിവസം ശിവന്റെ കൂടെ പാവി ചേർന്നാൽ ശിവനും പാവിയാവും എന്ന് പറയാല്ലാണ്ട് അദ്ദേഹം എന്നെ ദല്ലാളെന്നൊന്നും വിളിച്ചില്ല. നന്ദകുമാറിനെ എനിക്കറിയാം, നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞോളൂ. മോശമായിട്ട് പറഞ്ഞില്ല. പിന്നെ കിടക്കപ്പായിന്ന് എണീച്ച് പണി തുടങ്ങണമെന്നും പണം ഉണ്ടാക്കണമെന്നും പറഞ്ഞത് എന്നെ ആയിരിക്കില്ല അദ്ദേഹം. കാരണം ഞാൻ 4 മണിക്ക് എണീക്കും. മനസ്സിലായില്ലേ? 4 മണിക്ക് എണീക്കുമ്പോൾ ആരും എണീക്കൂല പണി തുടങ്ങാനായിട്ട്. മനസ്സിലായല്ലോ?